പശ്ചിമബംഗാൾ നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ജി പൂങ്കുഴലിയാണ് അന്വേഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. സംവിധായകൻ വി കെ പ്രകാശിനെതിരായ പരാതിയും പ്രത്യേക സംഘത്തിന് കൈമാറുമെന്നറിയുന്നു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ സംക്ഷിപ്തമായ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം ഇന്നലെ ഇവർ ഈ ആരോപണം ഉന്നയിച്ച വനിതകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി, അതായത് ഫോണിൽ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അങ്ങനെയാണ് ബംഗാളി നടിയുമായും ഈ ഉദ്യോഗസ്ഥർ സംസാരിച്ചത്. ഇതിനെ തുടർന്നാണ് ഇന്നലെ കൊച്ചി DCPക്ക് ബംഗാളി നടി പരാതി നൽകിയത്. ഇതിനെ തുടർന്ന് രാത്രി കേസെടുക്കുകയും ചെയ്തു. ഈ കേസാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുള്ളത്. ഒരു സ്വാഭാവിക നടപടി മാത്രമാണ്. ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട വനിതാ IPS ഉദ്യോഗസ്ഥയായ ജി പൂങ്കുഴലിയായിരിക്കും ഈ കേസ് അന്വേഷിക്കുക. മാത്രമല്ല, ഇന്ന് ഈ അന്വേഷണ സംഘം ഒരു പ്രത്യേക യോഗം ചേരുന്നുണ്ട്. DGPയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുന്നത്. ഇതിൽ ചില വനിതാ IPS ഉദ്യോഗസ്ഥർ ഓൺലൈനായിട്ടായിരിക്കും ചേരുക. ഇനിയുള്ള നടപടികൾ, ആരുടെയൊക്കെ മൊഴി എങ്ങനെ രേഖപ്പെടുത്തണം, തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളാകും ഈ യോഗത്തിൽ ചർച്ചയാവുക. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവനടിയുടെ കാര്യമാണ്. ഈ യുവനടിയുടെ മൊഴിയടക്കം പോലീസ് ശേഖരിക്കുന്നുണ്ട്. പക്ഷേ പരാതി നൽകുന്നില്ല എന്നുള്ളൊരു നിലപാടിലാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും ഈ നടി ഉണ്ടായിരുന്നത്. ഇവർ അഭിഭാഷകനുമായി സംസാരിച്ച ശേഷം തുടർ നടപടികൾ അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സിദ്ദിഖിനെതിരെ പരാതി നൽകണോ വേണ്ടയോ എന്നുള്ളത് കാര്യം അഭിഭാഷകനുമായി സംസാരിച്ച ശേഷം അറിയിക്കാമെന്നാണ് യുവനടി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ യുവനടിക്ക് നിർണായകമായത് ഈ സിദ്ദിഖ് യുവനടിക്കെതിരെ DGPക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ ഒരു അജണ്ടയാണെന്നും അതിന് പിന്നിൽ ഗൂഢാലോചനയാണെന്നുമായിരുന്നു സിദ്ദിഖ് നൽകിയ പരാതിയിലുള്ളായിരുന്നത്. പല കാലഘട്ടങ്ങളിൽ പല രീതിയിലായിരുന്നു യുവനടി ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും ഇതിന് പിന്നിൽ അജണ്ടയാണെന്നുമായിരുന്നു പരാതി. ഇത് DGPക്ക് നൽകിയിരുന്നു. ഈ പരാതിയും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. മാത്രമല്ല, സംവിധായകൻ വി കെ പ്രകാശിനെതിരെ യുവ എഴുത്തുകാരിയും ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. മുഖ്യമന്ത്രി ആ പരാതി DGPക്ക് കൈമാറുകയും ആ പരാതിയും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ഇതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യാപകമായിട്ട് ഈ ആരോപണം ഉന്നയിച്ചവർ, സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും ആരോപണം ഉന്നയിച്ചവർക്ക് വിളിക്കുകയും അവർക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യും. മാത്രമല്ല, ഈ രഞ്ജിത്തിന്റെ കേസിൽ കൊച്ചിയിലാണ് പ്രധാന സാക്ഷികളൊക്കെ ഉള്ളത്. ഈ കൊച്ചിയിലെത്തി അന്വേഷണ സംഘം അവരുടെ മൊഴി രേഖപ്പെടുത്തും. മാത്രമല്ല, കൊൽക്കത്തയിലേക്കും ഈ സംഘം പോവും. ബംഗാളി നടിയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അങ്ങനെയാണ് ഈ അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. താങ്ക് യു അജീഷ് ജയകുമാർ. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ആദ്യ യോഗം ഇന്ന് രാവിലെ 10 മണിക്ക് DGP ദർവേഷ് ഷാഗിബ് വിളിച്ചിരിക്കുന്ന ഈ വിവരം. അതുപോലെ അഡ്വക്കേറ്റ് രാമൻപിള്ളയുമായി രഞ്ജിത്ത് മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ചർച്ചകൾ ആരംഭിച്ചു എന്ന വാർത്തയും കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രോഹിണി മനോജ് പറയുന്നു, കൊച്ചുകുട്ടികൾ കാണുന്ന വാർത്താ ചാനലാണ് 24. ഇത്തരം വാർത്തകൾ അവർക്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പുതിയ കുട്ടികളാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇത്തിരി പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം ഇപ്പോഴുണ്ട്. നമ്മളെക്കാളൊക്കെ മാനസികമായി വളർന്ന കുട്ടികളാണ് ഇപ്പോഴുള്ളതെന്നുള്ളതാണ് സത്യം. എന്നാൽ എന്നെ അലട്ടുന്നൊരു പ്രശ്നം 2 വയസ്സ് വരെയുള്ള 2 വയസ്സ്, ഈവൻ 1 വയസ്സ് വരും പ്രായമുള്ള കുട്ടികൾ പോലും ചിലരൊക്കെ ഈ മോർണിംഗ് ഷോ കാണുന്നു, ചിലരൊക്കെ നമ്മളെ അറിയിക്കാറുണ്ട്. അവരുടെ എക്സ്പ്രഷൻസും ഒക്കെ അവർ അറിയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഈ കടമ്പ കടന്നേ പറ്റൂ. ഒരു പരിധിവരെ ഇത്തരം വാർത്തകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ചാനലുകൾക്ക് ഉത്തരവാദിത്വം ഉള്ളതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഒരു യെല്ലോ ജേർണലിസ്റ്റിലേക്ക് ചാനലുകൾ നീങ്ങിയാൽ അതിനെ തടസ്സപ്പെടുത്തേണ്ടത് തീർച്ചയായിട്ടും പ്രേക്ഷകർ തന്നെയാണ്. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെറികെട്ട ഒരു ഭരണപക്ഷത്തിന് അത് അറിയിക്കുന്ന ജനങ്ങളെ കിട്ടുമെന്നൊക്കെ ചില ആൾക്കാർ കളിയാക്കി പറയില്ലേ എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ നമുക്ക് ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. മലയാള സിനിമയും അമ്മയും പിടിച്ചു കുലുക്കുന്നൊരു പ്രതിസന്ധി തന്നെയാണ്. അമ്മയിലെ തന്നെ വിവരവും ബോധമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർ തീരുമാനിക്കട്ടെ എങ്ങനെയാണ് ഈ പ്രതിസന്ധി കടക്കുക. നല്ല സംവിധായകരുണ്ട്. സത്യൻ അന്തിക്കാടിനെ പോലെ നമ്മുടെ മലയാളത്തിൽ വളരെ സാംസ്കാരിക ച്യുതി പിടികൂടിയിട്ടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ചിന്തിക്കട്ടെ എങ്ങനെയായിരിക്കണം ഈ സിനിമാ മേഖലയിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. അതേസമയം കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത തലത്തിലേക്ക് നമ്മുടെ വാർത്താ ചാനലുകൾ വഴിമാറുന്നതും ചാനലുകളും ചിന്തിക്കട്ടെ.